ഡോക്ടറെ, താരൻ വിട്ടുമാറാൻ ഞാൻ വില കൂടിയ ഷാമ്പു, ഹെയർ ഓയിൽ, മറ്റ് ഹെയർ സിറം അല്ലെങ്കിൽ കണ്ടീഷണർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പല ട്രീറ്റ്മെന്റ് ചെയ്തു നോക്കി. പല കാര്യങ്ങൾ ചെയ്തിട്ടും അപ്പോഴൊരു കുറവുണ്ടാവും. എന്നിട്ട് ഇത് ഇരട്ടിയായിട്ട് കൂടുന്നു. ഞാൻ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ് എടുത്തു, അല്ലെങ്കിൽ പല സപ്ലിമെന്റുകളൊക്കെ കഴിച്ചു നോക്കി. എന്നിട്ടും ഇത് മാറുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് വിട്ടുമാറാണ്ട് നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പല രോഗികളും ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള താരനും മുടികൊഴിച്ചിലും നമ്മൾ ഓവറായിട്ട് കണ്ടീഷണർ അല്ലെങ്കിൽ ഷാമ്പു, ഹെയർ ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് വേറൊരു കാര്യത്തോട് താരതമ്യപ്പെടുത്തി പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ചെടി നമ്മൾ നട്ടു, അത് വളർന്നു വരുമ്പോൾ അതിൻ്റെ ഇല വാടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്? അതിൻ്റെ ചോട്ടിലായിരിക്കും, അതിൻ്റെ റൂട്ടിലായിരിക്കും. ആരും ഇലയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ തലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടു, അല്ലെങ്കിൽ സ്കാൽപ്പിൽ ഇതുപോലെ ഡ്രൈനെസ്, അതുപോലെ ഡാൻഡ്രഫ് കണ്ടു, അല്ലെങ്കിൽ താരൻ കണ്ടു, മുടി കൊഴിച്ചിൽ അതുകൊണ്ടുണ്ട് എന്നുണ്ടെന്ന് കരുതി നമ്മൾ ഒരിക്കലും അവിടെ കുറേ ഹെയർ ഓയിൽസ് ഉപയോഗിച്ചത് കൊണ്ടോ കണ്ടീഷണർ ഉപയോഗിച്ചത് കൊണ്ടോ ഷാമ്പു ഉപയോഗിച്ചത് കൊണ്ടോ ഈ ബുദ്ധിമുട്ട് മാറുകയില്ല. ഇതിൻ്റെ റൂട്ട് കോസ്, ഇതിൻ്റെ വേരിലേക്ക് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. അത് കിടക്കുന്നത് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അത് കുടലിലെ ചീത്ത ബാക്ടീരിയ ഓവറായിട്ട് വരുന്നത് കൊണ്ടാണ് ഇതുപോലെ നമുക്ക് തലയിൽ അമിതമായിട്ട് താരൻ വരുന്നത്. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാം. കുടലിൽ നമുക്ക് ചീത്ത ബാക്ടീരിയ ഓവറായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീൻസ് അല്ലെങ്കിൽ മിനറൽസ് അല്ലെങ്കിൽ വൈറ്റമിൻസ്, ന്യൂട്രിയൻസ് ഒന്നും ശരിയായ രീതിയിൽ ശരീരം അബ്സോർബ് ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ തലയിൽ സ്കാൽപ്പിൽ ഡ്രൈനസ് ആവാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പല വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് വരും. അതുകൊണ്ടാണ് തലയിൽ ഒരു പരിധി വിട്ട് താരൻ ഉണ്ടാകുന്നത്. അത് ആദ്യം ഇതുപോലെ പൊടി പോലെ വരും, പിന്നെ അത് പൊളിച്ചെടുക്കാവുന്ന രീതിയിൽ സ്കെയിലി ഡാൻഡ്രഫായിട്ട് വരും. പിന്നെയും അതൊരു പരിധി വിട്ട് പോകുമ്പോഴാണ് പലർക്കും സെബോസോറിയാസിസ്, തലയിലെ സോറിയാസിസ് പോലുള്ള കണ്ടീഷനിലേക്ക് പോകുന്നത് കാണാറ്. അതുകൊണ്ട് തന്നെ താരനും മുടികൊഴിച്ചിലും അനുബന്ധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ സ്വയം പരിശോധിക്കുക. നിങ്ങളുടെ വയറിന് എന്തെങ്കിലും ദഹന പ്രശ്നങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, എല്ലാ ദിവസവും മലശോധന ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ, വായുനാറ്റം അനുഭവപ്പെടുന്നുണ്ടോ, വായിൽ പുണ്ണിടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ, നെഞ്ചരിച്ചിൽ അനുഭവപ്പെടാറുണ്ടോ? ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ താരൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കുടലിലെ ചീത്ത ബാക്ടീരിയകളുടെ വർധനവ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ താരൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ പരിഹരിച്ചെടുക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായൊരു ഡയറ്റ് വേണം. നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ കഴിച്ച് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്താൽ തന്നെ കുടലിലെ ചീത്ത ബാക്ടീരിയ ഒരു പരിധി വിട്ട് നമ്മളെ വിട്ട് മാറിക്കോളും. നല്ല ബാക്ടീരിയകൾ, കുടലിലെ നല്ല ബാക്ടീരിയകൾ നല്ല രീതിയിൽ വളർന്ന് നമുക്ക് ദഹനം നല്ല രീതിയിൽ നടക്കുകയും നമ്മൾ കഴിക്കുന്ന മിനറൽസ്, ന്യൂട്രിയൻസ് എല്ലാം ശരിയായ രീതിയിൽ ശരീരം വലിച്ചെടുക്കുകയും തലയിലെ ഡ്രൈനസ് മാറാൻ നമ്മളെ സഹായിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലയിലെ താരൻ പൊടി പോലെ വന്ന അടുത്ത സ്റ്റേജാണ് സ്കേലി ഡാൻഡ്രഫ്. അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ആയെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഡയറ്റിനോടൊപ്പം തന്നെ മെഡിസിൻസ് കൂടി കഴിക്കേണ്ടി വരും. എന്നാലാണ് ഇത് പൂർണ്ണമായിട്ട് മാറിപ്പോകുള്ളൂ.